ശരിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഈ മനസ്സമാധാനം എന്നൊന്നില്ല അത്രേ. എന്താ ഈ പറയണത്? അത് മനസ്സമാധാനം എന്ന് പറഞ്ഞിട്ടൊന്നില്ല. നിങ്ങൾ എന്ത് വിഡിത്തായി പറയണം? നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഇവിടെ സമാധാനമായി ജീവിക്കുന്നവരും മനസ്സമാധാനമുള്ളവരും ഇല്ലേ? ഇല്ല. എന്താ കാരണം? ഏകാദശത്തിൽ ഏകാദശസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിലത്തെ പ്രമേയ ഞാൻ പറയണം. എന്തെങ്കിലും പറയല്ല, പറയണം മനസ്സമാധാനമില്ല. എന്താ അത്? വേറൊന്നുമല്ല, എവിടെ മനസ്സുണ്ടോ അവിടെ സമാധാനമില്ല. എവിടെ മനസ്സുണ്ടോ അവിടെ സമാധാനമില്ല. എവിടെ സമാധാനമുണ്ടോ അവിടെ മനസ്സുമില്ല. എല്ലാ സമാധാനക്കേടുകളുടെയും ഉറവിടം മനസ്സാണ്. ഉദ്ധവനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഉദ്ധവ മനസ്സാണ്. അപ്പോൾ എവിടെ സുഖമുണ്ടോ അവിടെ മനസ്സില്ല, എവിടെ മനസ്സുണ്ടോ അവിടെ സുഖമില്ല. പിന്നെ ഇനി മനസ്സമാധാനം ഉണ്ടാവുക? സമാധാനം ഉണ്ടാവും, മനസ്സും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. പക്ഷേ മനസ്സമാധാനം എന്നൊന്നില്ല എന്നാണ്. സുഖം ഉണ്ടാവാനുള്ള ഏക മാർഗം മനസ്സിനെ ഇല്ലാണ്ടേക്കാണ്. ഈശ്വരാനുഷ്ഠാനത്തിൽ കൂടിയിട്ട് മനസ്സ് എന്ന ആ വലിയ പ്രക്രിയ, എന്താ അതിന് പറയേണ്ടതെന്ന് വെച്ചാൽ, എത്ര ഉപദ്രവിക്കുന്ന സാധനം ഉണ്ടല്ലോ, മൃഗം, നമ്മളെ ഉപദ്രവിക്കുന്ന ക്രൂരസത്വത്തിനെ ഇല്ലായ്മ ചെയ്യലാണ് ആധ്യാത്മികം. ടോട്ടലി നമ്മൾ ചുരുക്കി പറയാച്ച എങ്ങനെ ചെയ്യാൻ പറ്റും? എളുപ്പമല്ല. അത് എളുപ്പമൊന്നുമല്ല. എല്ലാ സാധനത്തിനെ ഇല്ലാണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ധ്യാനത്തിൽ കൂടിയിട്ടും ആത്മീയാനുഷ്ഠാനത്തിൽ കൂടിയിട്ടും സാധിക്കും. സാധിക്കും. എന്നാൽ അവന് സമാധാനം ഉണ്ടാവും. ഏതുവരെ മനസ്സുണ്ടോ സമാധാനം സ്വപ്നത്തിൽ പ്രതീക്ഷിക്കേണ്ട. ഒരേ ഒരു മാർഗം മനസ്സിനെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ എന്താണ് മനസ്സ് എന്നറിയണം. ചിത്തം, അത് സദാ നമ്മളിലുണ്ട്. അത് മതി. ചിത്തമുള്ളവർക്ക് സമാധാനം ഉണ്ടാവും. ചിത്തം തന്നെയാണ് മനസ്സാവുന്നത്. ഒരു സംഗതി മറ്റൊന്നായിട്ട് മാറുകയാണ്, ഡെവലപ്പ് ചെയ്യും. എങ്ങനെ ഐസ് ഉരുകിയ വെള്ളമാവണു, അതേപോലെ ഈ ചിത്തം രൂപാന്തരം പ്രാപിച്ചിട്ട് മനസ്സാവുകയാണ്. യഥാർത്ഥത്തിൽ ഐസ് പോലെയാണ് ചിത്തം. അതിനെ അതേപോലെ തന്നെ നിലനിർത്തുക ആത്മീയാനുഷ്ഠാനത്തിൽ കൂടിയിട്ട്. ഇറ്റ് ഈസ് പോസിബിൾ. ഇംഗ്ലീഷ് പറയുന്നത് ദുഃഖിക്കരുത്, ആരും പരിഭവിക്കരുത്, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വന്നിട്ട് സാധിക്കും. അത് സാധിക്കും. ഇപ്പം ജനിച്ചൊരു കുട്ടിക്ക് ചിത്തം ഉണ്ടാവും, കഴിഞ്ഞാലേ മനസ്സുണ്ടാവും. നമ്മൾ കുട്ടിക്ക് പരിചയക്കേട് തുടങ്ങിയോ എന്ന് ചോദിക്കുക. ശരിക്കും പരിചയമാണ് തുടങ്ങണം, പരിചയക്കേടല്ല. പരിചയം തുടങ്ങുമ്പോഴാണ് ഇത് എൻ്റെ ആളാണ്, എൻ്റെ ആളാണ്. അപ്പോൾ ദുഃഖം തുടങ്ങണം. അപ്പോൾ കുട്ടിക്ക് എന്തുണ്ടായി? മനസ്സുണ്ടായി. അതുവരെ ചിത്തമേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടിക്ക് ഉണ്ടാവും ചിത്തം. അപ്പോൾ ആ ചിത്തത്തെ ചിത്തമായി തന്നെ ഏറ്റവും കൂടുതൽ നിലനിർത്താൻ ശ്രമിക്കുക. അതെന്തുകൊണ്ട് പാതിക്കും? ധ്യാനം. പിന്നെ ധ്യാനത്തെ പറഞ്ഞു കൊടുക്കണം. ഭക്തി കൂടിയും പറ്റും, ധ്യാനത്തിൽ കൂടിയും പറ്റും, ആത്മീയാനുഷ്ഠാനത്തിൽ കൂടെ പറ്റും. ആത്മീയാനുഷ്ഠാനത്തിൽ കൂടെ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് പടമെടുക്കും. മനസ്സ് പടമെടുത്താൽ തുടങ്ങുക ഈ ദുഃഖം. അങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ ആയില്ല, അങ്ങനെ. അതിനെ അവിടെ അടിച്ച് നിർത്തുക. ധ്യാനാണെങ്കിലും ഭക്തിയാണെങ്കിലും ആത്മീയ അനുഷ്ഠാനാണെങ്കിലും ഉദ്ധവ ഇതിനാണ് പഠിക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ ബ്രഹ്മനിഷ്ഠ, ആത്മവിദ്യ എന്നൊക്കെ പറയുന്നത്.